or with watchfulness. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആത്മീക പോരാട്ടത്തിൽ ഉണർവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മുമ്പേ വായിച്ച വാക്യം തന്നെ ഒന്നുകൊണ്ടൊന്ന് വായിക്കേണ്ടതുണ്ട്. ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരാളെ അൺമ്യൂട്ട് ചെയ്യാവൂ. വായിക്കാൻ ഒരാൾ തന്നെ ഏറ്റെടുക്കാമെങ്കിൽ അത് നല്ലതാണ്. കാരണം പലര് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശബ്ദം കിട്ടാതെ വരും. അപ്പൊ അതുകൊണ്ട് വായനയ്ക്ക് വേണ്ടി ഒരാളങ്ങ് ഏറ്റെടുക്കുന്നത് നല്ലതാണ്. അതൊരു ശുശ്രൂഷയാണ്. 1 പത്രോസ് 5:8 കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വാക്യം തന്നെ നമുക്കൊന്നുകൂടെ വായിക്കണം. ഈ പദം അവിടെ കിടപ്പുണ്ട്. 1 പത്രോസ് 5:8. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച അലറുന്ന സിംഹം എന്ന പോലെ ആര് വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. മതി. ഞാൻ അതിന് വാക്യം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. വിശ്വാസത്തിലെ സ്ഥിരതയെ കുറിച്ച് പറഞ്ഞ വാക്യം വായിച്ചതാണ്. ആ വാക്യത്തിന്റെ ആദ്യത്തെ ഒരു പദം, 2 പദങ്ങളുണ്ട്. അതിൽ ഒരു പദം ഞാൻ ഇപ്പം വിടുന്നു, അത് നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. നിർമ്മതരായിരിപ്പീൻ, അത് ഞാൻ പിന്നെ പറയാം. ഉണർന്നിരിപ്പീൻ, കാരണം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റിത്തിരിയുകയാണ്. അപ്പൊ ഈ പോരാട്ടത്തിൽ ഞാൻ പറഞ്ഞു, ആത്മീക പോരാട്ടം പിശാചിനെതിരെയാണ്, ലോകത്തിനെതിരെയാണ്, പാപത്തിനെതിരെയാണ്, ജഡത്തിനെതിരെയാണ്, മരണത്തിനെതിരെയാണ്. അപ്പൊ ഈ ആത്മീക പോരാട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉണർന്നിരിക്കുക എന്നുള്ളതാണ്. ഉണർവ് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു പദമാണ് ഈ ഉണർവ്. ഗ്രീക്ക് ഭാഷയിൽ ഉണരുക എന്നുള്ളതിന് ഗ്രിഗറോൺ എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രിഗറോൺ, GREGORON, ഗ്രിഗറോൺ. ആ പദത്തിൽ നിന്നൊക്കെ ഗ്രിഗറി എന്നൊക്കെയുള്ള പദം, അങ്ങനെയുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇംഗ്ലീഷുകാർക്ക് അങ്ങനെയുള്ള പേരുണ്ട്. തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉണ്ടായിരിക്കാം. ഗ്രിഗറി അല്ലേ? ഗ്രിഗറി സത്യത്തില് ഉണർവെന്നാണ് അല്ലേ? ഉണർവ് യോഗത്തിൽ നിന്ന് ഉറങ്ങ നമ്മൾ ഈ വിളിക്കുന്നത് കേട്ടോ. അതാ രസം. ഗ്രിഗറി അവയെ വന്നിരുന്ന ആരാധനയ്ക്ക് മൊത്തം ഉറക്കമായിരിക്കും. എന്നിട്ട് പേര് ഗ്രിഗറി എന്നതാണ്. അപ്പോ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഗ്രിഗറോൺ എന്ന് പറഞ്ഞാൽ ഉണർവ് എന്നുള്ള അർത്ഥമാണ്. സത്യത്തില് ഉണർവെന്നുമല്ല പദത്തിന്റെ അർത്ഥം. ആ പദത്തിന് ഉറങ്ങാതിരിക്കുക എന്ന അർത്ഥം, നോട്ട് ടു സ്ലീപ്പ്. അപ്പൊ ഉണർവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉറങ്ങാതിരിക്കുക. നമ്മൾ മറ്റെന്തൊക്കെയോ ധരിച്ചിരിക്കുന്നത് അല്ലേ? നമ്മളെ എല്ലാവരും, എനിക്ക് തോന്നുന്നു, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരൊക്കെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഞങ്ങളുടെ ഭാരതത്തിൽ ഒരു ഉണർവയക്കണമേ, ഞങ്ങളുടെ കേരളത്തിൽ ഒരു ഉണർവയക്കണമേ, ഞങ്ങളുടെ സഭയിൽ ഒരു ഉണർവയക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരും. ഈ ഉണർവയക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പറയാതെ സമ്മതിക്കുന്നുണ്ട്, ഞങ്ങളിപ്പോ ഉറങ്ങുക. അതങ്ങ് സമ്മതിച്ചാൽ പകുതി കാര്യം തീർന്നു. ഞാൻ ഉറങ്ങുക. ഈ ഉറങ്ങുകയല്ലേ പിന്നെ ഉണരേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ സഭയിൽ ഉണർവ് വേണമെന്ന് പ്രാർത്ഥിക്കുന്നവർ ഓർത്തോണം, ആദ്യം പറയേണ്ടത് എന്നതാ, കർത്താവേ ഞങ്ങളുടെ സഭ ഉറക്കത്തിലാണ്, ഞാൻ ഉറക്കത്തിലാണ്, ഭാരതം ഉറക്കത്തിലാണ്. അതുകൊണ്ട് അതിൽ നിന്നാണ് ഞങ്ങൾക്കൊരു ഉണർവ് വേണ്ടത്. ഈ ഉറക്കത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? സ്ഥലകാലബോധം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അതാണല്ലോ ഉറക്കത്തിന്റെ, അല്ലേ? ഉറങ്ങുന്ന സ്ഥലവും കാലവും ഒക്കെ നമ്മളങ്ങ് മറന്നു പോകുന്നു. നമ്മൾ ചിലരെ കുറിച്ച് പറയുകയല്ലേ, അവരെ വെള്ളത്തിൽ എടുത്തിട്ടാൽ അറിയരുത്. ഈ ഉറങ്ങുന്ന ചിലരുണ്ട് നമ്മുടെ ഇടയില്, ഒരു ബോധവും ഇല്ലാതെ കിടന്നുറങ്ങുന്നവരുണ്ട്. ഉടുത്തത് എവിടെയാ, കെട്ടിയത് എവിടാ, ഇതൊന്നും അറിയത്തില്ല. ഉറങ്ങാൻ അങ്ങോട്ട് തുടങ്ങിയാൽ 2 കൈയും വിട്ട് ഉറങ്ങുന്നവരുണ്ട്. അവരെ കൊണ്ട് വെള്ളത്തിൽ എടുത്തിട്ടാൽ തിരിഞ്ഞു കിടക്കുകയല്ലാതെ അവരെഴുന്നേൽക്കുകയില്ല. അതുപോലുള്ള ആളുകളുണ്ട്, സഭയിലും ഉണ്ട്. നല്ല ഉറക്കം അല്ലേ? ഉറക്കം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് മനുഷ്യന്റെ ആവശ്യമാണ്. ഉറങ്ങുന്നത് ആവശ്യമാണല്ലോ, ദൈവമാണല്ലോ ഉറക്കം തന്നത് അല്ലേ? ആദ്യം
ആദാമിനെ ഉറക്കിയതും ദൈവം തന്നെ. അത് വേറൊരു കാര്യമാണ് അല്ലേ. ആദ്യത്തെ ഉറക്കം അവിടെയാണ്. ആദമിന് ഒരു ഗാഠനിദ്ര വരുത്തി എന്നൊക്കെയാണ് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഉറക്കക്കാരൻ സത്യത്തിൽ ആദാമാണ്. പക്ഷേ ആദാമിന്റെ ഉറക്കത്തിന് മറ്റൊരർത്ഥം ഉണ്ടായിരുന്നു. ഉണർന്നപ്പോ നല്ലൊരു കാഴ്ച അവൻ കണ്ടത്. നമ്മുടെ ഉറക്കമൊന്നും അങ്ങനെയല്ല. ഈ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് വല്ലാത്ത കാഴ്ചയാണ് അല്ലേ. നമ്മൾ കാണുന്ന വല്ലാത്ത ഹൗവയെ, കലിതുള്ളി നിൽക്കുന്ന ഹൗവയൊക്കെ ആയിരിക്കാം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉറക്കമൊന്നും അത്ര ശുഭകരമാണെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഈ ഉറക്കം ഒരു തെറ്റല്ല, ഒരു പാപമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഉണർന്നിരിക്കേണ്ടപ്പോ ഉറങ്ങുന്നത്, ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉണർന്നിരിക്കേണ്ട വ്യക്തി ഉറങ്ങിപ്പോവുക എന്ന് പറയുന്നത് കൃത്യവിലോപമാണ്, പാപമാണ്, തെറ്റാണ്, ശിക്ഷ അർഹിക്കുന്നതാണ്. ഒരു ഉദാഹരണം, ഒരു കാവൽ കാക്കുന്ന ഒരാൾ, ഒരു ഗാർഡ്, ഒരു കാവൽക്കാരൻ. ആ കാവൽക്കാരൻ ഉണർവോടെ കാവൽ കാത്തിരിക്കണം. പഴയ കാലഘട്ടങ്ങളിൽ കൊട്ടാരം കാവൽക്കാരനുണ്ടായിരുന്നു, ആലയത്തിന്റെ കാവൽക്കാരുണ്ടായിരുന്നു, വാതിൽ കാവൽക്കാരെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ. വരഹുപുത്രന്മാർ അങ്ങനെ പറയുന്നുണ്ട്, ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം എന്ന് വരഹുപുത്രന്മാർ ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ 84-ാം സങ്കീർത്തനത്തിൽ. പഴയകാലത്ത് കൊട്ടാരത്തിന് വാതിൽ കാവൽ കാക്കുന്നവരുണ്ട്, വാതിൽക്കണിക്കുക, ദ്വാരപാലകന്മാരെന്നൊക്കെയല്ലേ നമ്മളവരെ വിളിക്കുന്നത്. അവരുറങ്ങാൻ പാടില്ല, കാരണം അവര് ഉറങ്ങുന്ന നേരത്തായിരിക്കാം ഒരുപക്ഷെ ശത്രു അകത്ത് പ്രവേശിക്കും. അതൊരു വലിയ പരാജയത്തിലേക്കായിരിക്കാം ചെന്ന് അവസാനിക്കുന്നത്. അതുകൊണ്ട് കാവൽക്കാരൻ ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങരുത്. അവിടെയാണ് അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ നമ്മളെല്ലാം ഉറങ്ങരുതെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, നമ്മളൊക്കെ ഉറങ്ങിക്കോളൂ. പക്ഷേ ഒരു കാവൽക്കാരൻ ഉറങ്ങാൻ പറ്റുകയില്ല. ഉണർന്നിരിക്കേണ്ടപ്പോൾ ഉറങ്ങിപ്പോകുന്നത് തെറ്റാണ്, പാപമാണ്, കൃത്യവിലോപമാണ്, കടുത്ത ശിക്ഷയ്ക്ക് അർഹമാണ്. ഇവിടെയൊക്കെയാണ് നമുക്കും തെറ്റ് സംഭവിക്കുന്നത്. ആത്മീക മണ്ഡലത്തിൽ ആത്മീകമായി ഉണർന്നിരിക്കേണ്ടവർ ഉറങ്ങിപ്പോയാൽ ശത്രു അകത്ത് പ്രവേശിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞു, ഉണർന്ന് പ്രാർത്ഥിപ്പി. ശിഷ്യന്മാര് ഒരിക്കൽ നന്നായിട്ട് കിടന്നുറങ്ങി, പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് നമ്മുടെ കർത്താവ് ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പിതാവേ, അങ്ങേക്ക് കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റിത്തരണമേ. ഏതാ പാനപാത്രം? കർത്താവ് അനുഭവിക്കാൻ പോകുന്ന ക്രൂശുമരണത്തിൻ്റെതൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ കർത്താവ് ക്രൂശിൽ സഹിച്ച കഷ്ടത അതോടൊപ്പമോ അതിനേക്കാൾ ക്രൂരമായോ പീഡനമേറ്റവർ മനുഷ്യരിലേക്കുണ്ട്. അത് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയുകയാണ്. നമ്മള് ഈ നിറം പിടിപ്പിച്ച് കർത്താവിന്റെ ഈ ജഡത്തിലുള്ള കഷ്ടതയെ കുറിച്ച് ഇങ്ങനെ വൈബ്രേഷൻ ഇട്ടൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൂന്നാണികളിന്റെ ആ ചാട്ടവാറിന്റെ അടിയൊക്കെ ഇങ്ങനെ ഉപദേശിമാരി വിസ്തരിക്കുന്നുണ്ട്. ചമ്മട്ടി എങ്ങനെ വാരിപ്പിടിച്ചങ്ങോട്ട് അടിച്ചപ്പോ അതിലെ ചൂണ്ടക്കൊളുത്തുകൾ കർത്താവിന്റെ ശരീരത്തിൽ അങ്ങോട്ട് കൊണ്ടു കയറിയെന്നും അത് വലിച്ചെടുത്തപ്പോൾ കർത്താവ് വട്ടം ചുറ്റിയെന്നും ആ ചൂണ്ടക്കൊളുത്തുകളിൽ കർത്താവിന്റെ മാംസം ഇരുന്നിങ്ങനെ ത്രസിച്ചെന്നും ഒക്കെ വികാരം ഉണ്ടാക്കാൻ വേണ്ടി, ഓളം ഉണ്ടാക്കാൻ വേണ്ടി ഉപദേശിമാരെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് വിലയില്ലെന്നല്ല, തീർച്ചയായിട്ടും കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ അതിന് വിലയുണ്ട്. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം, കർത്താവ് മാത്രമല്ല, ഒരുപക്ഷെ അതോടൊപ്പമോ അതിനേക്കാളോ കഠിനമായ ശാരീരിക വ്യഥയിലൂടെ കടന്നുപോയ എത്ര മനുഷ്യരുണ്ട്. നിങ്ങൾ ഓർക്ക, ഹിറ്റ്ലർ എത്ര ലക്ഷം യഹൂദന്മാരെയാണ് ഗ്യാസ് ചേംബറിലിട്ട് കൊന്നത്. ഞാൻ ഇന്ന് ഒരു ന്യൂസ് കേട്ടപ്പോ ഈ കഴിഞ്ഞ
ദിവസം സിറിയ എന്ന് ഓടിയവനുണ്ടല്ലോ, ആസാദ്, അവരുടെ പ്രസിഡന്റ് ആയിരുന്നത്. 50 ലക്ഷം പേരെയാണ് ഈ കഴിഞ്ഞിടയ്ക്ക് കൊന്നത്. 50 ലക്ഷത്തോളം പേരെ. അവരെ കൊന്നതിന്റെയൊക്കെ വിവരണങ്ങൾ, എങ്ങനെയാണ് അവൻ കൊന്നത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഈ രാസ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളും പരീക്ഷണശാലകളും ഒക്കെ ഇസ്രയേൽ പോയി മിസൈലിട്ട് തകർത്ത് കളഞ്ഞു. ഇതിന് കാരണം എന്താണെന്നറിയാമോ? ഇതൊരു പക്ഷേ തീവ്രവാദികളുടെ കയ്യിലെത്തിയാൽ, ഇറാന്റെ കയ്യിലെത്തിയാൽ ലോകത്തിന് മുഴുവൻ അത് വലിയ ശാപമായിട്ട് മാറും. അതുകൊണ്ടാണ് അത്തരം പരീക്ഷണശാലകളും അത്തരം കേന്ദ്രങ്ങളും ഒക്കെ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം പോയി തകർത്തത്, മൊത്തം അങ്ങ് തകർത്തു. ഞാൻ അതിനെക്കുറിച്ചൊരു വാർത്ത ഇങ്ങനെ കേട്ടപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അറിയാവുന്ന ഒരു പത്രലേഖകൻ ഈ ആസാദ് ഉപയോഗിച്ചിരുന്ന രാസ ആയുധങ്ങളെ കുറിച്ച് വിവരിക്കുകയായി. ആ രാസ ആയുധങ്ങൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന രാസായുധങ്ങളാണ്. അത് ചില രാസായുധങ്ങളുണ്ട്, അത് വാതകമാണ്. അതങ്ങോട്ട് തുറന്നു വിട്ടു കഴിഞ്ഞാലുണ്ടല്ലോ, മനുഷ്യന്റെ നാടി നരമ്പുകൾ മുഴുവൻ എന്തിയോ പൊട്ടിത്തരിക്കും. ജീവനോടെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നാടി നരമ്പുകൾ പൊട്ടിത്തെറിച്ചിട്ട് മൂക്കിനകത്തൂടെയും കണ്ണിനകത്തൂടെയും വായ്ക്കകത്തൂടെയും ഒക്കെ രക്തം ഇങ്ങനെ വന്ന് രക്തം വാർന്നവര് മരിക്കുക. അക്ഷരം ഞാൻ വായിച്ചു, അതിനെ വിളിക്കുന്നത് ഈ സത്യത്തിലെ കടുകണ്ണ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കടുകണ്ണയുടെ മണവും കടുകണ്ണയുടെ നിറവും ഉള്ളത് കൊണ്ടാണ് ഇതിനെ വിളിക്കുന്നത്. കടുകണ്ണയല്ല, അതൊരു രാസപദാർത്ഥമാണ്. അതിന്റെ ഒരു പ്രത്യേകത, അത് ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ, അത് ശരീരത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ശരീരം ഒന്ന് ദ്രവിച്ചു പോകും. മാംസമൊക്കെ ഇറന്നു പോകും. അങ്ങനെയൊക്കെ ഈ ആസാദ് ആളുകളെ കൊന്നെന്നാകേക്കുന്നത്. അപ്പൊ നിരവധി ആളുകൾ ഇതുപോലുള്ള കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ വില കുറച്ച് കാണുകയല്ല. എനിക്ക് അതിനേക്കാൾ ഉപരി യേശു അനുഭവിച്ച കഷ്ടാനുഭവങ്ങളിൽ താൻ അനുഭവിച്ച മാനസിക പ്രയാസം, മനസ്സിന്റെ വേദനയാണ് എന്നെ എപ്പോഴും ത്രസിപ്പിക്കുന്നത്. മനസ്സിലായ കാരണം എന്താണെന്നറിയാമോ? ഗെത്സമനിയിൽ കർത്താവ് പറയുന്നു, കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? കഷ്ടാനുഭവത്തെ കുറിച്ചല്ല, ലോകത്തിന്റെ പാപം ഒരു പാനപാത്രത്തിലാക്കി പുത്രന്റെ നേരെ നീട്ടുകയാണ് പിതാവ്. പുത്രനാരാ? പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ഇല്ലാത്തവൻ, പാപത്തോട് വേർപെട്ടവൻ. അങ്ങനെയൊക്കെ വേദപുസ്തകത്തിൽ കർത്താവിനെ കുറിച്ച് വിളിച്ചിരിക്കുന്നത്. പാപം എന്തെന്നറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, പാപത്തോട് വേർപെട്ടവനായ യേശു ഈ ലോകത്തിന്റെ മുഴുവൻ പാപം വഹിക്കേണ്ടി വരുമ്പോൾ അതിനേക്കാൾ മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമില്ല. നമുക്കറിയാമല്ലോ, ഈ നമ്മളെ കുറിച്ച് ഒരിക്കലും പറയരുതാത്ത ചില കിംവദന്തികൾ, നമ്മൾ ഒരിക്കലും ചെയ്യാത്ത, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ നിലവാരത്തിനൊക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തെന്നൊക്കെ പറയുക. എന്നോടൊരിക്കൽ അതുപോലെ ഒരു പേരുദോഷം കേട്ടൊരു ദൈവദാസൻ എന്നോട് സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ രണ്ടുപേരെ കൊന്നെന്ന് പറഞ്ഞോട്ടെ. എനിക്ക് എതിർപ്പില്ലായിരുന്നു, കാരണം അത് വലിയ കാര്യമാണ്. ഒരുത്തനെ ഞാൻ അങ്ങ് കൊന്നു. എന്നാലും എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ചെയ്യാത്ത, ഇന്ന് വരെ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത ആ കുറ്റം, അത് പറഞ്ഞു വരുത്തിയതാണ് എനിക്ക് വേദന. കാരണം അദ്ദേഹം ഒരു സ്റ്റാൻഡേർഡിൽ, ഒരു സർട്ടൺ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ആളാണ് ദൈവദാസൻ. തന്റെ ജീവിതത്തിൽ ഉടനീളം പ്രത്യേക ഒരു നിലവാരം സൂക്ഷിച്ചവനാണ്. അതുപോലും മനസ്സിലാക്കാതെ ശത്രുക്കൾ അദ്ദേഹത്തെ കുറിച്ച് കിംവദന്തി പറയുകയാണ്, കുറ്റാരോപണം പറയുകയാണ്, അദ്ദേഹം അത് ചെയ്തു. ദൈവദാസൻ കണ്ണുനീരോടെ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ രണ്ടുപേരെ കൊന്നു എന്ന് എന്നെ കുറിച്ച് പറഞ്ഞാലും എനിക്ക് വേദനയില്ലായിരുന്നു. പക്ഷെ ഇത് എന്നെ കുറിച്ച് പറഞ്ഞത് എനിക്ക് സഹിക്കാൻ വയ്യ. എനിക്കത് ഓർക്കുമ്പോ എനിക്കത് സഹിക്കാനാവുന്നില്ല പാസ്റ്ററെ. എന്റെ ജീവിതത്തിൽ
ഞാൻ പാലിക്കുന്ന ചില പ്രത്യേക പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിനെതിരാണ് ഈ പറഞ്ഞു നടക്കുന്നത്. നിങ്ങൾ വിചാരിക്കുക, യേശു താൻ എന്തെല്ലാം ചെയ്താലും അല്ലേ, അവൻ സകല പാപവും, ഈ ലോകത്തിന്റെ മുഴുവൻ പാപവും കൂടെ ഒരു പാനപാത്രത്തിലാക്കി പിതാവ് പുത്രന്റെ നേരെ നീട്ടുകയാണ്. കുടിക്കാനാ പറഞ്ഞത്. യു ഡ്രിങ്ക് ഇറ്റ്, ഇത് കുടിക്കേ. അവസാന തുള്ളി വരെ കുടിക്കാനാ പറയുന്നേ. അല്ലാതെ ശരീരത്തിൽ താൻ അനുഭവിക്കാൻ പോകുന്ന ചാട്ടവാറടിയോ മീശരോമം പിടിതെടുക്കുന്നതോ കൈകാലുകൾ ആണിയടിക്കുന്നതോ ഓർത്തിട്ടല്ല. കഴിയുമെങ്കിൽ ഇത് തിരികെ എടുക്കണേന്ന് കർത്താവ് പ്രാർത്ഥിച്ചത്. അത് പറഞ്ഞാൽ അറിയോ? കാരണം കർത്താവിനെ പോലെയോ കർത്താവിനേക്കാൾ അധികമോ കഷ്ടാനുഭവങ്ങൾ ശരീരത്തിൽ ഏറ്റവരുണ്ട്. കർത്താവിനെ അലട്ടിയ വിഷയം എന്താണെന്നറിയാമോ? അയ്യോ, ഇത് തിരിച്ചെടുക്കണേ എന്ന് പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാമോ? ഈ പാപം ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. അതാ പ്രാർത്ഥിച്ച, കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്നും നീക്കണമേ. അതിന് ചിന്തിച്ചപ്പോഴത്തേക്കാണ് ഈ പാപം മുഴുവൻ ഞാൻ വഹിക്കേണ്ടി വരും എന്ന് ചിന്തിച്ചപ്പോഴുണ്ടല്ലോ, കർത്താവിന്റെ ശരീരത്തിലെ നാഡി നരമ്പുകൾ വലിഞ്ഞു മുറുകി, അത് പൊട്ടിപ്പോയി. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്നല്ലേ. അതിശ്രദ്ധയോടെ, അവിടെ എഴുതിയിരിക്കുന്ന പദമുണ്ടല്ലോ, അതിശ്രദ്ധയോടെ. അതിശ്രദ്ധയോടെ എന്ന് പറഞ്ഞാൽ വലിഞ്ഞു മുറുകി പ്രാർത്ഥിച്ചെന്നാണ്. ആ പദത്തിന്റെ അർത്ഥം ഇതാണ്, വലിഞ്ഞ്. ഏതാ? നരമ്പുകൾ, നാഡി നരമ്പുകൾ കോച്ചി വലിച്ച് വലിഞ്ഞു മുറുകി. അതിന്റെ പാരമ്യത്തിൽ എന്ത് പറ്റിയെന്നറിയാമോ? ആ നാഡി നരമ്പുകൾ അവിടെ പൊട്ടിപ്പോയി. അതുകൊണ്ടാണ് തന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ നിലം പതിച്ചു. അങ്ങനെ സംഭവിക്കുമെന്നാ പറയുന്നേ. ലക്ഷത്തിൽ ഒരാൾക്കും മറ്റുമൊക്കെ കടുത്ത മാനസിക പീഡനത്തിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഈ അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് മെഡിക്കൽ വിദഗ്ധർ പറയുന്നത്. ആ അവസ്ഥയ്ക്ക് അവർ പറയുന്നത് ഹെമാട്രിഡോസിസ് എന്നാ കേട്ടോ. ഹെമാട്രിഡോസിസ് എന്ന് പറഞ്ഞ രക്തം വിയർക്കുക. എങ്ങനെ രക്തം വിയർക്കുക? ചുമ്മാതിരിക്കുന്നവനൊന്നും രക്തം വിയർക്കുകയല്ല. ലക്ഷത്തിൽ ഒരാൾക്ക് സംഭവിക്കുന്നതാണ്. കടുത്ത മാനസിക പീഡനത്തിലൂടെ കടന്നു പോകുന്നയാൾ, നാഡി നരമ്പുകൾ വലിഞ്ഞു മുറുകി, അവൻ പോലും അറിയാതെ അവന്റെ ശരീരത്തിൽ അവിടെ ആയിട്ട് അത് പൊട്ടാൻ തുടങ്ങും. നരമ്പുകൾ പൊട്ടാൻ തുടങ്ങും. അത് ഈ ശരീരത്തിലെ ഈ രോമകൂപങ്ങൾ വളരുന്ന ഇടത്തൂടെ, ആ ശ്വേത സുഷിരങ്ങളിലൂടെ രക്തമായിട്ട് വിയർപ്പ് പോലെ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുമെന്നാ പറയുന്നത്. അവനുഭവിച്ച മാനസിക വേദന കണ്ടോ? ഇത്രയും മാനസിക പീഡനം അനുഭവിച്ച കർത്താവ് ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ 3 ബിരുദന്മാരപ്പുറത്ത് പൂണ്ട് കിടന്നുറങ്ങുക. കർത്താവ് ഞാൻ തട്ടി ഉണർത്തി, എഴുന്നേറ്റൊരു അല്പസമയം പ്രാർത്ഥിക്കരുതോ എന്ന് ചോദിച്ചു. അവര് പിന്നെ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റിരുന്നു, പക്ഷെ ഉറങ്ങിപ്പോയി. കർത്താവ് പിന്നെ അവരോട് പറയുന്നത് എന്നറിയോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല. കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പി. നിങ്ങൾക്ക് പരീക്ഷ വരുന്നു, ആ പരീക്ഷയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത്, ചെന്ന് പെട്ടുപോകരുത്. അതിനാണ് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അവര് പിന്നെയും കിടന്നുറങ്ങുന്നത്. അത് തെറ്റ്. അതാ ഞാൻ പറഞ്ഞത് തെറ്റ്. ഉണർന്നിരിക്കുന്ന പ്രാർത്ഥിക്കേണ്ട അത്യന്തിക നിമിഷത്തിൽ നാം ഉറങ്ങിപ്പോകുന്നത് തെറ്റാണ്, പാപമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതും അതാണ്. ദൈവസഭ ഉണരേണ്ട സമയമാണിത്. കാരണം നമുക്കറിയാം, കർത്താവിന്റെ വരവിന്റെ സമയമായത്. ഏതു നിമിഷവും കാഹളനാദം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇനി കർത്താവിന്റെ വരവിന് മുൻപായി നടക്കേണ്ട
ഒരു പ്രവചനവും നിറവേറ്റേണ്ടതായിട്ടില്ല. എല്ലാം നിറവേറിക്കഴിഞ്ഞു. ഇനി ഏത് നിമിഷവും നമ്മുടെ കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണ്. ഇവിടെയാണ് ദൈവസഭ ഉണരേണ്ടത്. പക്ഷെ ഒരു കാര്യം നമ്മൾ സമ്മതിക്കണം, ഞങ്ങൾ ഇപ്പോഴും ഉറക്കത്തിലാണ്. ഉണരണോന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങുകയാണ് കർത്താവേ, ഞങ്ങൾ ഇപ്പോഴും ഉറങ്ങുകയാണ്. അനേകരും പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഞങ്ങൾക്ക് ഒരു ഉണർവ് തരണമേ, ഉണർവ് തരണമേ, ഉണർവ് തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ പ്രാർത്ഥന നല്ലതാണ്. പക്ഷേ ഒരു കാര്യം, കർത്താവിന്റെ വരവിനോടടുത്ത് നടക്കാൻ പോകുന്നത് ഉണർവല്ല, സത്യത്തിൽ ഉറക്കമാണ്. അതുകൊണ്ട് നിങ്ങളെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഞാൻ നിരാശപ്പെടുത്തുകയോ നിരുത്സാഹപ്പെടുത്തുകയോ അല്ല. മറിച്ച് ദൈവസഭ ഇപ്പോൾ ഉറക്കത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് പ്രത്യേകിച്ചും ഈ കർത്താവിന്റെ വരവിനോടുകൂടി ഏറ്റവും അധികം ദൈവസഭയെ ഉറങ്ങുന്ന സമയമാണ്. വെളിപ്പാട് പുസ്തകത്തെ 3-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തില് നിങ്ങൾ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ച്, 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യം ഒന്ന് വായിച്ച്, 2-3 വാക്യങ്ങൾ. ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. ഇത് കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ഇത് വ്യക്തിപരമായിട്ടുള്ളതാണ്. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാൻ. ഉണർവ് സത്യത്തിൽ മരണത്തിന് തുല്യമാണ്. അതാ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാൻ പറഞ്ഞത്. ഉണർവ് മരണത്തിന് തുല്യമാണ്. നമ്മള് ഉറങ്ങുക എന്നുള്ളതിന് പറയുന്ന ഒരു പദമുണ്ട്, നിദ്ര. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ മലയാളത്തില്. ഉറങ്ങുക, നിദ്ര. നിദ്ര നിദ്ര എന്ന് പറഞ്ഞ മലയാളം പദത്തിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇന്ദ്രിയങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുക. നിദ്ര. നിദ്ര നിദ്ര എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ നിന്നും നാം വിടുതൽ പ്രാപിക്കുക. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ. മനുഷ്യൻ 5 ഇന്ദ്രിയങ്ങളില്ലേ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, വായ. ഈ 5 ഇന്ദ്രിയങ്ങളും പ്രവർത്തനക്ഷമമല്ലാതെ വരിക എന്നാണ്. ഉറങ്ങുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണുകൊണ്ട് അവൻ കാണുന്നില്ല. ചിലർ ഉറങ്ങിയാലും കണ്ണ് തുറന്നിരിക്കുമല്ലോ, പക്ഷെ ഒന്നും കാണുന്നില്ല. ആ കണ്ണുകൊണ്ടൊന്നും കാണുന്നില്ല. അപ്പോ സത്യത്തിൽ ഇവിടുന്ന് കണക്ഷൻ വിട്ടുപോകുക. കണ്ണാണ്. അതുപോലെ കണ്ണ്, ചെവി. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ പുറത്ത് കിടക്കുന്ന ശബ്ദം, പുറത്ത് നടക്കുന്ന ശബ്ദങ്ങളോ സംസാരങ്ങളോ ഒന്നും കേൾക്കുന്നില്ല. കാരണം നമ്മുടെ ചെവിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്ലെ? മൂക്ക്, നല്ല ഗന്ധം വരുന്നു ഉറങ്ങുമ്പോ. ഒരു പക്ഷേ നല്ലതോ ചീത്തയോ ആയ ഗന്ധം നമ്മുടെ ചുറ്റുമുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഇന്ദ്രിയങ്ങളിൽ നമ്മൾ വിടുതൽ പ്രാപിക്കുകയാണ്. രുചി, എല്ലാം, സ്പർശനം, ത്വക്ക്. നമ്മുടെ ശരീരത്തിൽ തൊട്ടാൽ നമ്മൾ അറിയുകയില്ല. ചിലരെ വെള്ളത്തിലെടുത്തിട്ടാലും അറിയുകയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അടി കൊടുത്താൽ ചിലർ അറിയുകയില്ല ഉറക്കത്തിൽ. അതാ നിദ്ര. നിദ്ര എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുക. ആ പദം പലപ്പോഴും മരണത്തിന് പറയാറുണ്ട്. ഇത് തന്നെയാ സംഭവിക്കുന്നത്. മരണത്തിൽ നമ്മുടെ ഈ ശരീരത്തിൽ നിന്നുള്ള ബന്ധം, ശരീരത്തിൽ നിന്ന് തന്നെ, ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ വിടുതൽ പ്രാപിക്കുക, ഒന്നും അറിയാതിരിക്കുക. അതിനാണ് ഞാൻ മുമ്പേ പറഞ്ഞ സ്ഥലകാലബോധം നഷ്ടപ്പെടുക. എവിടെയാ കിടക്കുന്ന സമയം എന്തായി, ഒന്നും ഒരു ബോധവുമില്ല. നമ്മൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇത് തന്നെ ആത്മീയ രീതിയിൽ സംഭവിക്കും. ആത്മീകമായി സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു പോകും. നാം എവിടെയാണ് വന്നിരിക്കുന്നതെന്നും ഇപ്പോൾ എന്താണ് സമയമെന്നും
നമ്മൾ അറിയാതെ പോകുന്നു. അത് ആത്മിക ഉറക്കത്തിന്റെ ഏറ്റവും വലിയ ദോഷം. ഏതു നിമിഷവും കർത്താവ് വരുന്ന സമയമായി. ഏതു നിമിഷമാണ് കാഹളം മുഴങ്ങുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളെ 10 കന്യകമാരുടെ ആ വളരെ പ്രസിദ്ധമായ ഉപമ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, 5 പേര് ബുദ്ധിയുള്ളവരാണ്, 5 പേര് ബുദ്ധിയില്ലാത്തവരാണ്. 5 പേര് അവരുടെ വിളക്കിൽ എണ്ണ കരുതി, 5 പേർക്ക് എണ്ണ കരുതിയില്ല. അവര് മണവാളനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ മണവാളൻ വരാൻ താമസിച്ചു പോയപ്പോൾ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും, എണ്ണയെടുത്തവരും എണ്ണയെടുക്കാത്തവരും ഒരുപോലെ 10 പേരും എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. ഇത് തന്നെയാ ദൈവസഭയ്ക്കും വരുന്നത്. എണ്ണയുള്ളവരും എണ്ണയില്ലാത്തവരും, ഒരുക്കമുള്ളവരും ഒരുക്കമില്ലാത്തവരും എല്ലാം ഉറങ്ങിപ്പോകുന്നൊരു സമയമാണ് കർത്താവിന്റെ വരവ്. അല്ലാതെ നല്ല ഉണർന്നു നിൽക്കുന്നിടത്തേക്കല്ല കർത്താവ് വരുന്നത്. ഇത് ഓർത്തണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം രക്ഷപ്പെട്ടേനെ. എല്ലാവരും ഉണർന്ന് പ്രാർത്ഥിച്ച് അന്യഭാഷയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കർത്താവ് ഇങ്ങോട്ട് വരാമെങ്കിൽ മിക്കവാറും നമ്മളിൽ 3/4 പങ്കും അങ്ങ് ചെന്നേനെ. കുറഞ്ഞ പക്ഷെ IPC-ക്കാരെല്ലാം അങ്ങ് ചെന്നേനെ. ഇനി ഞങ്ങളുടെ സഭയിൽ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ബാക്കിയുള്ളവരുടെ കാര്യം പറഞ്ഞാലല്ലേ കുറ്റം. അപ്പൊ നല്ല ഉണർവ് അന്യഭാഷയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നെങ്കിൽ ഞങ്ങൾ IPC-ക്കാർ മുഴുവൻ അവിടെ ചെന്നേനെ. പക്ഷെ കർത്താവ് അങ്ങനെ വരുന്നില്ല. അതാ രസം. കർത്താവ് അങ്ങനെ വരുന്നില്ലെന്ന്. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴാണ് കർത്താവ് വരുന്നത്. വായിച്ചേ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 42-ാമത്തെ വാക്യം. 24:42. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പിൻ. ഉണ്ടോ? നമ്മുടെ കർത്താവ് ഏത് നിമിഷം വരുന്നു എന്ന് അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പി. കർത്താവിന്റെ വരവ് ഏത് നിമിഷമാണെന്ന് നമ്മൾ അറിയുന്നില്ല. കർത്താവ് വരുന്നതിനടുത്ത് ദൈവത്തിന്റെ ആത്മാവ് പിന്നെ നമ്മളെ ഓർപ്പിക്കുക. കർത്താവ് പിന്നെ നമ്മളെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ഉണർന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി മാത്രമല്ല, ശത്രു ഏതു നിമിഷവും നമ്മളെ വിഴുങ്ങേണ്ടതിന്, വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ ദൈവസഭയെ സംഹരിച്ചു കളയേണ്ടതിന്, ഒടുക്കിക്കളയേണ്ടതിന്, അനേകരെ നശിപ്പിച്ച് കളയേണ്ടതിന് അവനിങ്ങനെ ചുറ്റി നടക്കുക, റോന്ത് ചുറ്റുകയാണ്. ആരാണ് ഉറങ്ങുന്നത്? അവനെ വിഴുങ്ങിക്കളയാൻ. അതുകൊണ്ട് ഉറക്കം മരണത്തിന് തുല്യമാണ്. എഫേസ്യ ലേഖനം ഒന്ന് എടുക്കാമോ? എഫേസ്യ ലേഖനത്തില് അങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്. എഫേസ്യർ 5-ന്റെ 14 വായിച്ചു. 14. അതുകൊണ്ട് ഉറങ്ങുന്നവനെ അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. മരിച്ചവരുടെ ഇടയിൽ കണ്ടോ? അപ്പൊ ഉറങ്ങുന്നവരും മരിച്ചവരും എല്ലാം ഒരുമിച്ചാ കിടക്കുന്നത്. ഒരേ സ്ഥാനമാകട്ടോ. ആത്മീകമായി മരിച്ചവരും ആത്മീകമായി ഉറങ്ങുന്നവരും ഒരേ ഗണത്തിൽപ്പെടുന്നവരാണ്. ഇതുകൊണ്ടാണ് ദൈവദാസന്മാർ ഞങ്ങൾ ഇങ്ങനെ ഈ നിരന്തര പ്രാർത്ഥനയും കൂട്ടായ്മയും ഒക്കെ നടത്തുന്നത്. എന്തിനാണെന്നറിയാമോ? ഇത്രയൊക്കെ ഉണ്ടായിട്ട് എന്റെ പൊന്നെ നല്ല ഉറക്കമാണ്. അപ്പൊ ഇതും കൂടെ ഇല്ലായിരുന്നേലോ. എന്റെ ഒരു സ്നേഹിതൻ, ഒരു ദൈവദാസൻ ഒരു പുതിയ സഭയിൽ ചെന്ന് ചാർജ് എടുത്തു. പുതിയ സഭയിലെ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, അച്ഛാ എങ്ങനെയുണ്ട് പുതിയ സഭ, സന്തോഷമാണോ? അപ്പൊ അദ്ദേഹം എന്നോട് കുറ്റം പറഞ്ഞു, പാസ്റ്ററെ
വേറെ കുഴപ്പമൊന്നുമില്ല. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് എല്ലാ വീട്ടിലും ചെന്ന് പറയണം, ഇന്ന് ഞായറാഴ്ച ആരാധനയുണ്ട്, എല്ലാവരും വരണമെന്ന്. ഇല്ലേ ആളില്ലെന്നത്. ഞായറാഴ്ച ഏതാ, തിങ്കളാഴ്ച ഏതാ, ആരാധന ഏതാ, ഇതൊന്നും അറിയത്തില്ലെന്ന്. ഞായറാഴ്ച ഇദ്ദേഹം രാവിലെ വെളുക്കുന്നതിന് മുൻപേ അവിടെ ചെല്ലും. ചെന്നിട്ട് വീട് കയറി എല്ലാ വീട്ടിലും ചെന്ന് പറയും, ഇന്ന് ഞായറാഴ്ചയാ കേട്ടോ, ഇന്ന് നമുക്ക് ആരാധനയുണ്ട്. അങ്ങനെ പറഞ്ഞില്ലേ ആളില്ലെന്ന്. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. നമ്മുടെയൊക്കെ ജനം ഇങ്ങനെയാണ്. ഉണർത്തിയില്ലേ, വ്യാഴാഴ്ച ക്ലാസ് ഉണ്ട് കേട്ടോ, ആത്മീയ പോരാട്ടത്തിന്റെ ക്ലാസ് ഉണ്ടെന്ന് സാറ് വിളിച്ചു പറഞ്ഞില്ലേ. എന്റെ പൊന്നെ, അറിയാനും വേറെ ബോധവും ഇല്ല, ആളും കാണുകയല്ലെന്ന് വിളിച്ചു പറയുക, ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ. ഉറങ്ങുക, എന്നാ പറയാനാ? അയ്യോ, നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. അങ്ങനെ ആരെങ്കിലും ഉണ്ട്, അവരുടെ കാര്യമാണ് കേട്ടോ. അങ്ങനെയുള്ള അവസരം കേട്ടോ. ഇന്ന് നമുക്ക് യോഗം ഉണ്ട് കേട്ടോ, ഇന്ന് നമുക്ക് പ്രാർത്ഥനയുണ്ട് കേട്ടോ. ഇത് വിളിച്ചു പറഞ്ഞില്ലേ ആളില്ലെന്ന്. കാരണം ഉറങ്ങിപ്പോവുക. ഉറങ്ങുന്നവനെ ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. പൊന്നുകുഞ്ഞെ, നീ ആത്മീയമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നീ ചത്തതിന് സമമാണ്, ആത്മീയമായി മരിച്ചതിന് സമമാണ്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, നീ ഉറങ്ങുന്നെങ്കിൽ ഒന്ന്, പിശാച് നിനക്ക് ചുറ്റും അലറി നടക്കുകയാണ്. രണ്ട്, നമ്മുടെ കർത്താവിന്റെ വരവ് ഏത് നിമിഷമാണെന്ന് നീ അറിയുക. നീ ചത്തവരുടെ ഇടയ്ക്ക് ഇങ്ങനെ കിടക്കും, ചത്തവരുടെ ഇടയ്ക്ക് കിടക്കും. ഒരുക്കമില്ല, ഉണർവില്ല, ഉണർന്നിട്ടില്ല. ഞാനിപ്പോ പറഞ്ഞില്ലേ, കർത്താവിന്റെ വരവിനടുത്ത് ഭയങ്കര ഉണർവ് സഭയ്ക്കകത്തുണ്ടാകും. അപ്പോ കർത്താവ് വരുമെന്നല്ല പറഞ്ഞത്. കർത്താവ് വരുന്ന സമയം വരുമ്പോൾ വലിയ ആത്മീക മന്ദതയുണ്ടാകുമെന്നാ പറഞ്ഞത്. വായിച്ചേ, 2 തെസ്സലോനി എന്നെടുത്തേ, 2 തെസ്സലോനി 2:3. 2 തെസ്സലോനിക്കർ 2:3. ആരും ഏതുവിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം കേട്ടോ. നിങ്ങളെ ആരും ചതിക്കരുത്. പൗലോസ് തെസ്സലോനിക്കരെ ഓർപ്പിക്കുകയാണ്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. അതാണ് ഉറക്കം. ആത്മീയമായ ഉറക്കം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശ്വാസത്യാഗം. വിശ്വാസത്യാഗം എന്നതാ? വിശ്വാസം ത്യജിക്കുക. അപ്പോസ്റ്റാസിയ എന്നൊരു ഗ്രീക്ക് പദമാണ് കേട്ടോ. അപ്പോസ്റ്റാസിയ എന്നുള്ള ഗ്രീക്ക് പദം നിങ്ങൾക്ക് അറിയാം. എന്താണെന്നറിയാമോ? വിശ്വാസത്യാഗം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് അപ്പോസ്റ്റസി എന്ന. അത് ഈ ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്ന അപ്പോസ്റ്റസി. ആദ്യമേ അപ്പോസ്റ്റാസിയ ഇവിടെ ഉണ്ടാകും, വിശ്വാസത്യാഗം. അതുകൊണ്ടാ കർത്താവ് ചോദിച്ചത്, മനുഷ്യപുത്രന്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവ് വരാറാകുമ്പോഴത്തേക്ക് എല്ലാരും ഓർത്തിരുന്ന ഭയങ്കര ഉണർവുണ്ടായി. നമ്മുടെ സഭകളെല്ലാം ഉണർന്ന് പാട്ടും കയ്യടിയും ഉപവാസവും ബഹളവും സ്നാനവും ഇതെല്ലാം നടക്കുമ്പോ കർത്താവ് ഇഞ്ഞു വരുമെന്ന അല്ല, നേരെ തിരിച്ച. കർത്താവിന്റെ വരവിനോട് അടുത്ത് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തെന്നറിയാമോ? വിശ്വാസത്യാഗം. ഇപ്പൊ അതിന്റെ സമയമാണ്. അവിടെ ഇവിടെയൊക്കെ ചില ബഹളം നടക്കുന്നുണ്ടെന്നല്ലാതെ ഗുണപരമായി ആത്മീകമായി ഒരു ഉണർവെന്ന് അതിനെ വിളിക്കാൻ പറ്റില്ല. വലിയ കൊട്ടും പാട്ടും ബഹളവും ആട്ടവും തീറ്റയും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഗുണപരമായി ഉള്ളിന്റെ ഉള്ളിൽ വാസ്തവത്തിൽ ഉണർവ് നടക്കുന്നുണ്ടോ?
വലിയ കൺവെൻഷനുകൾ, വലിയ ബഹളങ്ങൾ, സഭയ്ക്കകത്ത് വലിയ സുവിശേഷ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിലും ജനം ദൈവത്തിൽ നിന്നും അകന്നുപോയി. പാടുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ട്, പരസ്യവും നടത്തുന്നുണ്ട്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഉള്ളിന്റെ ഉള്ളിൽ എത്ര പേർ നേരോടെ ദൈവസന്നിധി നിൽക്കുന്നുണ്ട്? എത്ര പേർക്ക് നേരുണ്ട്? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എത്ര പേര് നിർവ്യാജമായ വിശ്വാസം കാത്തു സൂക്ഷിക്കും? ഞാനും നിങ്ങളും അടക്കം ഈ പ്രകടനപരതയൊക്കെ ഉള്ളു. ഇപ്പോ ഈ ബഹളങ്ങളെ ഉള്ളു. പുറമെ ഈ പറയുന്നവനും പ്രസംഗിക്കുന്നവനും പോലും ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിക്കുന്നില്ല. പ്രസംഗിക്കുമ്പോ എന്താ പറച്ചുകാരണം, എന്തൊരു വിശുദ്ധീകരണം, എന്തൊരു വിശുദ്ധി, എന്തൊരു നീതിയെ കുറിച്ചൊക്കെയാ പറയുന്നതെന്നറിയാമോ? നിങ്ങൾ അവരുടെ ജീവിതം ഒന്ന് അടുത്ത് നോക്കണം. എവിടെയെല്ലാം പാകപ്പഴകൾ കാണുമെന്നറിയാമോ? നമ്മൾ ഈ വലിയ ബഹളക്കാരി കൺവെൻഷനെ ആളെ ഇളക്കുന്ന ആളുകൾക്ക് ഇല്ലേ, അവരോടൊക്കെ അധികം അടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ആത്മീയത്തിന് നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അസൗകര്യമാണ്, എല്ലാവരും ഒരുങ്ങണം, എല്ലാവരും ഉണർന്നിരിക്കണം, വിശുദ്ധി സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നവനുണ്ടല്ലോ, ജീവിതത്തിൽ ഒരു തത്വദീക്ഷയും, ജീവിതത്തിൽ ഒരു വിശുദ്ധിയും സൂക്ഷിക്കാത്തവനായിരിക്കും. എന്തും ചെയ്തു കളയും അവരാണ് സ്റ്റേജ് ഉഴുതുമറിക്കുന്നത്. ഇരിക്കുന്നവരെ മുഴുവൻ മാനസാന്തരപ്പെടുത്തും. കുഞ്ഞൻ, നിനക്ക് മാനസാന്തരമുണ്ടോ? ഉള്ളിന്റെ ഉള്ളിൽ എത്ര പേർക്ക് ദൈവസന്നിധിയിൽ നേരുണ്ട്? നെഞ്ചത്ത് കൈവച്ചൊന്ന് പറയാൻ കഴിയുമോ, എന്റെ യേശു ഇപ്പൊ വന്നാ ഞാൻ പോവുന്നു, കർത്താവ് ഈ നിമിഷം വന്നാൽ ഞാൻ പറന്നുയരുമെന്ന് പറയാൻ ധൈര്യമുള്ളവർ എത്ര പേരുണ്ട്? ഇല്ലെന്നേ. അതുകൊണ്ട് യേശുവിന്റെ വരവിനെ കുറിച്ചും കർത്താവിനെ കുറിച്ചും ഒന്നും ഇന്ന് അധികം പ്രസംഗിക്കുന്നില്ല ആരും. ഞാൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, എന്റെ ചെറുപ്പകാലമൊക്കെ ദൈവസഭയിൽ ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്ന വിഷയം ഏതാണെന്നറിയാമോ? കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചായിരുന്നു. എന്റെ പിതാവിന്റെ ഒരു ജ്യേഷ്ഠനുണ്ട്, അദ്ദേഹം ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ്. ഞങ്ങളുടെ നാട്ടിലെ ബ്രദറൻ സഭയുടെ ഒരു നേതാവായിരുന്നു അദ്ദേഹം. എന്റെ പിതാവിന്റെ ഒരു ജ്യേഷ്ഠനാണ്. സത്യത്തിലെ എന്നെ ആത്മീയത്തിൽ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയും ശുശ്രൂഷയിലും പ്രസംഗത്തിലും ഒക്കെ എന്നെ മുൻപിൽ കൊണ്ടുവരികയും ചെയ്തത് അപ്പച്ചനാണ്. ഞങ്ങള് അപ്പച്ചാന്നാണ് വിളിക്കുന്നത്, സാറപ്പച്ചൻ ഞങ്ങൾ വിളിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അതേസമയം തന്നെ അദ്ദേഹം ബ്രദറൻ വിഭാഗങ്ങളിൽ ഒരു സുവിശേഷകനായിരുന്നു. റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് പൂർണ്ണസമയം ശുശ്രൂഷയിലായിരുന്നു. നല്ല വിവരം. ഞങ്ങളുടെ കാലഘട്ടത്തിൽ പോലെ വേദപുസ്തകം അറിയാവുന്ന മറ്റൊരാളില്ലായിരുന്നു. ഞാൻ കൂടുതൽ അവരുമായിട്ട് ആയിരുന്നു സഹകരിച്ചത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പച്ചന്റെയൊക്കെ പ്രസംഗത്തിൽ ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്നത് യേശുവിന്റെ വരവിനെ കുറിച്ചാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഭകളിലെ എത്രയിടത്ത് യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്? സൂക്ഷ്മത മാറും, രോഗം മാറും, വീട് തരാം, വണ്ടി തരാം, വിദേശത്ത് വിടാം, വിസ കിട്ടും, ഇതൊക്കെ പറയുന്നതല്ലാതെ യേശു വരാൻ പോകുന്നു എന്ന് പ്രസംഗിക്കുന്ന എത്ര ഇടമുണ്ട്? ഞാനതുകൊണ്ട് പലപ്പോഴും ഞാൻ പലയിടത്തും പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും അധികം കേട്ടിട്ടുള്ളത് യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച്. ഞാൻ ഓർക്കുന്ന ഈ സാറപ്പച്ചനൊക്കെ ഉണ്ടല്ലോ, ഒരു വീട്ടു പ്രാർത്ഥനയ്ക്ക് ചെന്നാലും അന്നത്തെ പ്രസംഗ വിഷയം യേശുവിന്റെ വരവിനെ കുറിച്ചാണ്.
ഞങ്ങളതിനെ കുറിച്ചൊക്കെ കേട്ട് ഭയപ്പെട്ടിരുന്ന ഒരു ചെറുപ്പകാലം എനിക്കുണ്ട്. പേടിയാ, സഹോദരരായോ. അപ്പോഴെങ്ങാനും ഒരു ഇടികൾ കുടുങ്ങുവോ മഴ പെയ്യുവോ ഒക്കെ ചെയ്താലുണ്ടല്ലോ, തീർന്നു. എഴുന്നേറ്റിരുന്നങ്ങ് പ്രാർത്ഥനയാ. കാരണം ഈ ഇടി കുടുങ്ങുമ്പോഴേ ഏഴിടികൾ മുഴങ്ങും, ഏഴകൾ നടുങ്ങും, ഏഴുകാഹളങ്ങൾ ദൂതന്മാരൂതും. ഈ പാട്ടൊക്കെ അല്ലേ പാടുന്നത്? കർത്താവ് വരാൻ നേരത്തെ ഇടി മുഴങ്ങുമെന്നൊക്കെയല്ലേ നമ്മൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്നേ. അതുകൊണ്ട് ഇടി കുടുങ്ങുമ്പോ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഞങ്ങള് പിള്ളേരെല്ലാം കൂടെ എഴുന്നേറ്റിരുന്ന കൈകൂപ്പി പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങ് വരുമ്പോ എന്നെ കൂടെ കൊണ്ടുപോണേ. ആ ചെറുപ്പകാലം എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും പച്ച പിടിച്ച് എന്റെ മനസ്സിലുണ്ട്. ഇന്ന് നമ്മുടെ സഭയ്ക്കകത്ത് കർത്താവിന്റെ വരവിനെ കുറിച്ചോ ഉണർവിനെ കുറിച്ചോ കാര്യമാത്ര പ്രസക്തമായ വിശുദ്ധ ജീവിതത്തെ കുറിച്ചോ കേൾക്കുന്നില്ല. ഇന്നെല്ലാം വിടുതലും വിടുതല്, വിദേശം, സൂക്കേട് മാറുക, ഇതൊക്കെയാ ഇന്നത്തെ വിഷയം അല്ലേ? വീട് തരിക, വിദേശത്ത് പോകുക, വിസ തരിക, എന്ത് പരിപാടികളാണെന്നറിയാമോ? യേശുവിന്റെ വരവ് ഇന്നാർക്കും വേണ്ട. എന്റെ വാത്സല്യ ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ പ്രധാന ലക്ഷ്യം എന്തെന്നറിയാമോ? ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടണമെന്ന്. അതല്ലേ നമ്മുടെ പ്രത്യാശ? ഇന്നത് സഭ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയട്ടെ, ഒന്ന് മടങ്ങി വരട്ടെ. ദൈവസഭയൊന്ന് മടങ്ങി വരട്ടെ. ദൈവമക്കളൊന്ന് മടങ്ങി വരട്ടെ. നമുക്കൊന്ന് ഉണരാം. ഇവിടെ രസം എന്താണെന്നറിയാമോ? പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. അവിടെ ആ ഉണർന്നിരിപ്പീൻ എന്നുള്ളത് ഗ്രീക്ക് ഭാഷയിൽ, ഗ്രീക്ക് അറിയാവുന്നവർക്ക് മനസ്സിലാകും. അവിടുത്തെ ടെൻസ് ഏതാണെന്നറിയാമോ? ക്രിയയിലെ കാലം. നമ്മൾ ടെൻസ് പറയുമല്ലോ, ടെൻസ്, കാലം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഔറിസ്റ്റ് ഇംപറേറ്റീവ് എന്ന് പറയും. ഔറിസ്റ്റ് ഇംപറേറ്റീവ്. നിങ്ങൾക്ക് ഗ്രീക്ക് ഭാഷയുടെ ചില പദങ്ങൾ അറിയായിരിക്കും, പക്ഷെ ഗ്രീക്ക് ഭാഷ അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു ഇതിന്റെ ഗ്രാമർ അറിഞ്ഞൊന്നും വരികയില്ല. ഞാൻ അർത്ഥം പറഞ്ഞു തരാം. അതിനെ ഔറിസ്റ്റ് ഇംപറേറ്റീവ് എന്നാ പറഞ്ഞേ. എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കണ്ടിന്യൂസ് ടെൻസിൽ, തുടർച്ചാ വർത്തമാനകാലത്തിൽ പറയാം. ഉണർന്നുകൊണ്ടേ ഇരിപ്പി, ഇല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കാതിരിപ്പി. ഉറങ്ങിക്കൊണ്ടേയിരിക്കരുത്, മറിച്ച് ഉണർന്നുകൊണ്ട് എന്ന് പറഞ്ഞാലേ, ഈ ഉണർവ് ആണ്ടുപറവിയുടെ അന്ന് മാത്രം ഉണ്ടാകേണ്ട ഒരു പരിപാടിയല്ല. അയ്യോ, ദാണ്ട ഇനിയിപ്പോ ആണ്ടുപറവി വരാൻ പോവുക. എല്ലാ സഭകളിലും ഉപവാസവും പ്രാർത്ഥനയും. എന്റെ പൊന്നെ, ഇനിയിപ്പം എന്നെ പെരളിയായിരിക്കും എന്നറിയാമോ? ആണ്ടുപറവി ആകുമ്പോഴത്തേക്കേ എല്ലായിടത്തും ബഹളവും. നമ്മളും ഒരു സമർപ്പണ പ്രാർത്ഥനയും. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവം ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തു, പക്ഷെ എനിക്കൊന്നും പാലിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ചില മിടുക്കന്മാരുണ്ട്, അവര് പറയുന്നത് അതുകൊണ്ട് അടുത്ത വർഷത്തേക്ക് ഞാൻ പുതിയ തീരുമാനമൊന്നും എടുക്കാൻ പോകുന്നില്ല, കാരണം നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴങ്ങനെയാ ചിലര്. എന്തിന് മിടുക്കാന്നറിയാവോ? കഴിഞ്ഞ വർഷം ഞാൻ ചില തീരുമാനങ്ങളൊന്നും പല തീരുമാനങ്ങളും എടുത്തു, പക്ഷെ അതൊന്നും വേണ്ടതുപോലെ പാലിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ വർഷം ഞാൻ തീരുമാനമൊന്നും എടുക്കുന്നില്ല. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേറെ പാണിയും പോയി നോക്ക്. സഭയിലെ വിശ്വാസിക്കല്ല എന്ത് ചങ്കന് വേദനയാണെന്നറിയാവോ? ചൊവ്വാകാത്ത നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. പുതിയ ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു വർഷവും ചൊവ്വാകാത്ത നിനക്ക് വേണ്ടി എന്നെ തന്നെ ഇനി പ്രാർത്ഥിക്കുന്നത്. നീ പോകാൻ പോകുന്നില്ല, അവിടെ കാണാം.
അവിടെ കിടക്ക്. ദൈവസന തീരുമാനമിടെ ആണ്ടുപറയും വരിക. ഈ പുതിയ തീരുമാനങ്ങളിലേക്കൊക്കെ ഓരോരുത്തർ വരാൻ പോവുക. എത്ര ദിവസമുണ്ട്? എത്ര ദിവസത്തേക്ക് നിൽക്കും? ജനുവരി പകുതി പോലും വരികയല്ല. ഈ ആണ്ടുപറവിക്ക് വലിയ തീരുമാനം എടുത്തതാ. എല്ലാ ദിവസവും ഞാൻ 1 മണിക്കൂർ വെച്ച് പ്രാർത്ഥിക്കും. ആണ്ടുപറ യോഗത്തിന് എഴുന്നേറ്റ് പറഞ്ഞു, ദൈവമക്കളെ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം തന്നാൽ 2025 എല്ലാ ദിവസവും ഞാൻ 1 മണിക്കൂർ വെച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനം. ഞാൻ ഒരു ദിവസം ഒരു 10 പേരോടെങ്കിലും സുവിശേഷം അറിയിക്കും. എത്ര ദിവസം പോയി? ജനുവരി 15 വരെ പോലും ശരിയായില്ല. പിന്നെ എങ്ങനെ അങ്ങോട്ട് പോകാൻ? ഉണർന്നുകൊണ്ടേ വല്ലപ്പോഴും ഒരിക്കൽ സഭയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഉള്ള ഉണർവല്ല വേണ്ടത്. നമുക്ക് അപ്പോഴപ്പോഴൊക്കെ ഉള്ള ഉണർവാ. സീസണബിളാ നമ്മുടെ ഉണർവ്, സീസണബിളാ. കുറച്ചു കാലത്തേക്ക് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകുന്ന പൊട്ടിമുളയ്ക്കുന്ന ഉണർവുകൾ. അതുകൊണ്ടാണ് ഇവിടുത്തെ ആ പദം കേട്ടോ, ഉണർന്നുകൊണ്ടേ. ഔറിസ്റ്റ് ഇംപെറേറ്റീവ് ആണ്, കണ്ടിന്യൂസ് ആണ്. ഉണർന്നുകൊള്ളുവീൻ എന്നല്ല, ഉണർന്നുകൊണ്ടേയിരിപ്പി. അതുകൊണ്ട് ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായി നാം ഉറങ്ങാൻ പാടില്ല. എപ്പോഴും നല്ല ഉണർവോടെ ഇരിക്കണം. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ പ്രതിയോഗി ഏത് നിമിഷവും നമ്മളെ വിഴുകിക്കളയുവാൻ നമുക്ക് ചുറ്റും നടപ്പുണ്ട്. ഇതോർത്തെങ്കിലും നമുക്കുണരാം, നമുക്കുണർന്നിരിക്കാം. വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ ആത്മിക കാര്യങ്ങളോടുള്ള മന്ദതയ്ക്ക് വിളിക്കുന്ന പേരാണ് വിശ്വാസത്യാഗം. ആത്മിക കാര്യങ്ങളിൽ മന്ദതയുള്ളവരാകുക. അത് അപ്പോസ്റ്റാസിയ. അപ്പോസ്റ്റാസിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അർത്ഥം? ഡിപ്പാർച്ചർ ഫ്രം ദ ബൈബിൾ ട്രൂത്ത്സ്, ഡിപ്പാർച്ചർ ഫ്രം ഹോളിനെസ്, ഡിപ്പാർച്ചർ ഫ്രം ദ ഡോക്ട്രിൻസ്. ഉപദേശത്തിൽ നിന്നും വിട്ടുപോകുക, വിശുദ്ധ ജീവിതത്തിൽ നിന്നും വിട്ടുപോകുക, ആത്മീയ കാര്യങ്ങളോട് താല്പര്യം കുറഞ്ഞു പോകുക. ഇതിനെയൊക്കെയാണ് വിശ്വാസത്യാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസത്യാഗം സംഭവിക്കും. അപ്പോഴാണ് നാശയോഗ്യൻ ഇറങ്ങി വരുന്നത്, എതിർ ക്രിസ്തു വരാൻ പോകുന്നത്. നമ്മുടെ കർത്താവ് ഇവിടുന്ന് സഭയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ നിമിഷം സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉടനടി നടക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. നാശയോഗ്യൻ, എതിർ ക്രിസ്തു, അവൻ വെളിപ്പെടാൻ പോവുക. അതുകൊണ്ടാ പറഞ്ഞേ, പോകാത്തവരുടെ കാര്യമായി പറഞ്ഞേ. ആരെങ്കിലും ആത്മീയമായി ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നില്ലെങ്കിൽ, പിന്നെ ഭരണം എതിർ ക്രിസ്തുവിന്റെ കയ്യിലാണ്, എതിർ ക്രിസ്തുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിലൊന്നും ഉണരാമെന്നല്ല, ഉണർന്നുകൊണ്ടേയിരിക്കാം. ജീവിതത്തിലുടനീളം അത് പുലർത്താൻ നമുക്ക് കഴിയട്ടെ. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാത്ത, ചിലപ്പോ ഉണർവും ചിലപ്പോ ഉറക്കും, അങ്ങനല്ല, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാതെ ഒരു സ്റ്റാഗ്നന്റായ വിശ്വാസം, ഒരു സ്ഥായിയായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാലാമത്തെ ചിന്ത അതാണ്, ഉണർന്നിരിപ്പി. ബി വാച്ച്ഫുൾ. നാലാമത്തെ ചിന്ത അതാണ്, ബി വാച്ച്ഫുൾ. അഞ്ചാമത്തെ ചിന്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കഷ്ടം സഹിക്കുന്നവരാകുവീൻ.
കഷ്ടം സഹിക്കുന്നവരാകുവീൻ. വായിച്ചാട്ടെ 2 തീമോത്തിയോസ് 2:3. ആത്മീക പോരാട്ടത്തിൽ അടുത്ത കണ്ടീഷൻ, അടുത്ത വ്യവസ്ഥ 2 തീമോത്തിയോസ് 2:3. അങ്ങനെ ഒരു വാക്യമില്ലേ വേദപുസ്തകത്തിൽ? ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. തീമോത്തിയോസിനോട് പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, ക്രിസ്തേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. കഷ്ടം സഹിക്കുക. സിൻകാക്കോപത്തേസൻ എന്ന് പറഞ്ഞൊരു പദമാണ് കേട്ടോ. സിൻകാക്കോപത്തേസൻ, കഷ്ടം സഹിക്കുക. നമ്മളൊക്കെ ഓർത്തിരിക്കുന്നത് എന്നാന്നറിയാമോ? ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അടിപൊളി ജീവിതമാണ്. നമുക്കെല്ലാം വേണ്ടത് അതാണല്ലോ, ഒരു അടിപൊളി ജീവിതം. 1 വെച്ച 2 കിട്ടും, വെയ് രാജാ വെയ്. അതിനാണല്ലോ വിശ്വാസത്തിൽ വരുന്നേ. സൈക്കിളേ വാ, സ്കൂട്ടറേ പോ, സ്കൂട്ടറേ വാ, കാറേ പോ, കാറേ വാ, വിമാനത്തെ പോ. അതിനാണല്ലോ നമ്മളെല്ലാം വിശ്വാസം. പെന്തിക്കോസ്തിൽ ഇപ്പൊ ആളുകൾ വരുന്നത് എന്തിനാ? യേശുവിനെ കണ്ടപ്പം മുതൽ എനിക്ക് വെച്ചടി കയറ്റമാണെന്ന് പറഞ്ഞേ. നീ ഇതെങ്ങനെയല്ല ഉണ്ടാക്കുന്നെന്നുള്ളത് പറയുന്നില്ല. പൗലോസ് സത്യത്തിൽ തീമോത്തിയോസിനോട് പറയേണ്ടത് എന്തായിരുന്നു? കുഞ്ഞെ, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീ എന്റെ കൂടെ സുഖിച്ചോളാനല്ലേ പറയണ്ടേ? അങ്ങനെയല്ലായിരുന്നോ പറയണ്ടേ? ഇങ്ങനെ പറയാവോ? ആരെങ്കിലും ചെല്ലുവോ? ഇതൊക്കെ ഉള്ളത് പറഞ്ഞ, സത്യം പറഞ്ഞ, ആരാണ്ട് പറഞ്ഞ പോലെ വിശ്വാസികളെല്ലാം പിരിഞ്ഞു പോകും. ഉള്ളത് പറഞ്ഞാലേ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇതാ. ഈ പൗലോസ് ഇങ്ങനെ തീമോത്തിയോസിനോട് പറയാവോ? അവൻ പിന്നെ വിശ്വാസം നീക്കുവോ? കുഞ്ഞെ, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്റെ കൂടെ സുഖിച്ചോ, സുഖം അനുഭവിക്കേ എന്നല്ലേ അവനോട് പറയേണ്ടത്? ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീ എന്റെ കൂടെ കഷ്ടം സഹിക്കാനാണോ പറയേണ്ടത്? അതിനാണോ വിശ്വാസത്തിൽ വന്നത്? കഷ്ടം സഹിക്കാൻ വേണ്ടിയിട്ടാണോ വിശ്വാസത്തിൽ വരുന്നത്? അതെ. ഒരു പോരാളിയുടെ ജീവിതം, ഒരു പടയാളിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടസമ്പൂർണമാണ്. നമ്മൾ വിചാരിക്കുന്നത്ര സന്തോഷകരമല്ല. ഏത് നിമിഷവും ശത്രുവിന്റെ ആയുധങ്ങൾ നമുക്കെതിരെ വരാം. ഉറക്കളപ്പും അലച്ചിലും ക്ഷീണവും ശരിയായ ഭക്ഷണമില്ലായ്മയും രക്തവും മുറിവും ചാതവും ഒടിവും ഒരുപക്ഷെ മരണവും. ഇതാ ഒരു പടയാളിയുടെ ജീവിതം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുയേശുവിലെ ഒരു നല്ല പടയാളിയുടെ ജീവിതം രസകരമാണെന്നാണോ നമ്മൾ വിചാരിച്ചത്? നല്ലതാണെന്നാണോ വിചാരിച്ചേ? കൈ അടിച്ച് പാട്ടും പാടി തമ്പേറും കൊട്ടി രസകരമായ ജീവിതം നയിക്കാമെന്നാണോ ആരെങ്കിലും വിശ്വാസ ജീവിതത്തിൽ വിചാരിക്കുന്നത്? കുഞ്ഞെ, നീ ആത്മീക പോരാട്ടത്തിലേക്കാണ് വരുന്നതെങ്കിൽ നിന്റെ ജീവിതം കഷ്ടസമ്പൂർണമായിരിക്കും. പണ്ടാരണ്ട് പറഞ്ഞ പോലെ, ഉള്ളത് പറഞ്ഞ അപ്പൻ അമ്മയെ തല്ലും, പറയാതിരുന്ന അപ്പം പട്ടിയിറച്ചി തിന്നുമെന്ന് പറഞ്ഞ പോലെ ഈ ഉള്ളത് പറഞ്ഞ വിശ്വാസികളെല്ലാം കൂടെ പിരിഞ്ഞു പോകും. സത്യത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നിൽക്കുവോ? ഇതാ സത്യം. അത് നമുക്കാർക്കും പ്രസംഗിക്കാൻ പേടിയാ. അപ്പൊ ആളെ കിട്ടുമോന്ന്? ആളെ കിട്ടാനാ നമ്മൾ
ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും, കട്ടമറിഞ്ഞ കാണുന്ന പടം. വെയ് രാജാവ് വെയ്. ഇതാ ഇപ്പൊ നമ്മുടെ സുവിശേഷം. കിലിക്കിക്കുത്തിന്റെ സുവിശേഷം എന്ന് കേട്ടിട്ടുണ്ടോ? കിലിക്കിക്കുത്തുകാര് പറയുന്നത് കേട്ടിട്ടുണ്ട? ഉത്സവപ്പറമ്പി കിലിക്കിക്കുത്തുകാരുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒരു പാത്രത്തിലിട്ട് 2-3 കട്ടയിട്ടിട്ട് ഇങ്ങനെ പിടപെടന്ന് വെച്ചിട്ട് ഒറ്റ എന്നിട്ടായി പറയുന്നേ, ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും, വെയ് രാജാ വെയ്, കട്ടമറിഞ്ഞാൽ കാണുന്ന പടം. അവസാനം ഉള്ളതെല്ലാം കൂടെ നമ്മുടെ ഇന്ന് പിടിച്ചു പറിക്കും. ഇതേ ഉള്ളൂ. ഉത്സവപ്പറമ്പി പണ്ട് പോയിട്ടുള്ളവർക്കറിയാം ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്. കിളിക്കുത്തെ കൊണ്ട് കാശ് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 1-2 പ്രാവശ്യം നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അപ്പൊ ആവേശമായി. അവസാനം നമ്മുടേതും വെച്ചു, അടുത്തിരിക്കുന്നവന്റെ പോക്കറ്റിൽ നിന്ന് വായ്പയും മേടിച്ചു വെച്ചേച്ച് കടക്കാരനായിട്ട് ഉത്സവപ്പറമ്പ് വിടും. ഇത് തന്നെയാ ഇന്ന് ആത്മീക ലോകത്തും സംഭവിക്കുന്നത്. ഏതാണ്ടെല്ലാം തരും, വീട് കിട്ടും, വണ്ടി കിട്ടും, വിദേശത്ത് ജോലി കിട്ടും എന്നെല്ലാം പറഞ്ഞ ആളുകളെ മയക്കിയിട്ട് പിടിച്ചിട്ട് അവസാനം നിനക്കും സ്വൈര്യമില്ല, അവനും സ്വൈര്യമില്ല. ഭയങ്കര പ്രസംഗ. ദൈവം അത്ഭുതം ചെയ്യും, ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിന്റെ ശരീരത്തിലെ വെള്ളപ്പാണ്ട് ഇതുവരെ മാറിയോ? നീ ഇപ്പോഴും പാണ്ട് പിടിച്ചാ സ്റ്റേജിൽ കയറി നിൽക്കുന്നേ, വെള്ളപ്പാണ്ട്. എന്നിട്ട് പറയുന്ന യേശു ഇപ്പൊ സൗഖ്യമാക്കുമെന്ന്. നിന്റെ തലയിൽ ഒരു മുടിയില്ല, എന്നിട്ട് വിഗ് വെച്ചോണ്ടാ പ്രസംഗിക്കുന്നത് യേശു മുടി തരുന്ന ദൈവമാണ് പ്രസംഗിച്ച് പ്രാർത്ഥിക്കുന്നത്. നിന്റെ തലയിൽ എന്നാ ഇരിക്കുന്നേ? വിഗ്. എന്തിനാ ഈ മറിപ്പ്? എന്തിനാ ഇത്? ആരെ എന്നെ പൊന്നു കുഞ്ഞെ, ക്രിസ്തീയ ജീവിതം കഷ്ടസമ്പൂർണമാകട്ടോ. ഈ സത്യം പറഞ്ഞിട്ട് നിൽക്കുന്നവൻ നിന്നാ മതി. നമ്മളാരെ ഇവിടുന്ന് സ്വർഗത്തിൽ കൂട്ടിക്കൊണ്ട് വെച്ചിട്ട് പോയിട്ട് തലയെണ്ണി കാശ് വാങ്ങിക്കുന്നില്ല. ആരുടെയും തലയെണ്ണി യേശു അവിടുന്ന് കാശും തരാൻ പോകുന്നില്ല. അതുകൊണ്ട് പറ്റിച്ച് ആരെയും വിശ്വാസത്തിൽ കൊണ്ടുവരണ്ട. ഏത് ദിവസത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, പൗലോസ് അങ്ങനെ ചെയ്തിട്ടുമില്ല. ആളെ പിടിക്കാൻ പറ്റിച്ച് സുവിശേഷം പ്രസംഗിച്ച് ആളെ കൂട്ടാൻ, ദൈവസഭയ്ക്കകത്ത് ആളെ കൂട്ടാൻ വ്യവസ്ഥയില്ല. അതാ പൗലോസ് നേരെ എഴുതിയത്, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാന്നാ പറഞ്ഞേ. കഷ്ടം സഹിക്കേ. 9 വായിച്ചേ. 2 തിമോഥെയോസ് 2:3 ഇപ്പൊ വായിച്ചത്. 9 വായിച്ചേ. 9-10 കൂടെ വായിക്കേ. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. കേട്ടോ? മനസ്സിലാക്കിയോ? പൗലോസ് എടുത്തു പറയുക കേട്ടോ, ഇത് കഷ്ടം സഹിക്കാനുള്ളതാണ്, കഷ്ടം സഹിക്കാനുള്ളതാണ്. എന്നിട്ട് പറയുകയാണ്, തിമോഥെയോസ് 2:9-10 ഇതറിയിക്കുന്നതിൽ, ഏതാ സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്നതുപോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കും. ഈ സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ ഒരു ദുഷ്പ്രവൃത്തിക്കാരനെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ ചങ്ങല ധരിച്ചാണ് ഞാൻ കഷ്ടം സഹിക്കുന്നത്. ഇന്നങ്ങനെ ആരുമില്ല. ഇന്ന് പാസ്റ്ററുടെ ജീവിതം വെടിക്കെട്ട് ജീവിതമാണ്. എലോൺ മസ്ക് പോലും ഇത്ര സുന്ദരമായിട്ട് വസ്ത്രം അണിഞ്ഞ് ടിപ് ടോപ്പിൽ കയറുകയല്ല. അമേരിക്കയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ഈ എലോൺ മസ്ക്. അദ്ദേഹം ഇടുന്ന വസ്ത്രം പോലെ അതിനേക്കാൾ തിളങ്ങുന്ന വസ്ത്രമൊക്കെ ഇട്ട് എന്തൊരു പരിപാടി എന്നറിയാമോ? ഏഷ്യാനെറ്റിന്റെ ഈ ഫിനാലെ പരിപാടിയുടെ അവസാനത്തെ ഈ
ഫിനാലയിലെ സ്റ്റേജ് പോലെ ഇപ്പൊ സുവിശേഷ പ്രസംഗത്തിന്റെ സ്റ്റേജ് പോലെ പാടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും അങ്ങ് പ്രത്യക്ഷപ്പെടുക പ്രസംഗകൻ. ആളുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്ന് അങ്ങ് പ്രത്യക്ഷപ്പെടുക. വേർപ്പൊപ്പാൻ അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ നിൽക്കുക. ഉപദേശിക്കുക വേർക്കുമ്പോൾ അത് ഒപ്പിയെടുക്കാൻ. എന്നവനെ പൗലോസ് പറയുക കേട്ടോ, ഈ സുവിശേഷം അറിയിക്കുന്നതിൽ ഞാനൊരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുക. കർത്താവിന്റെ വേലയിൽ കഷ്ടം സഹിക്കുക എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ പദ്ധതിയാണ്. കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യതേജസ്സോടുകൂടെ വ്രതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കും. രക്ഷിക്കപ്പെടുന്നവർ, മുൻപോട്ട് വിശ്വാസത്തിലേക്ക് വരുന്നവർ നല്ല രക്ഷ പ്രാപിക്കേണ്ടതിന് ഞാനിതെല്ലാം സഹിക്കുക. ഈ കഷ്ടത, ഈ ചങ്ങല, ഈ ബന്ധനം, ഇതെല്ലാം ഞാൻ സഹിക്കും. അതുകൊണ്ട് യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കണം കേട്ടോ. പാസ്റ്റർമാരുടെ ഉടുപ്പ് കണ്ടും അവരുടെ നിറം കണ്ടും രക്ഷിക്കപ്പെടരുത്. പണ്ടാരാണ്ട് കെ എബ്രഹാം സാറിന്റെ പല്ല് കണ്ട് രക്ഷിക്കപ്പെട്ടെന്ന് കേട്ടിട്ടുണ്ട്. അതറിയാവോ? കെ എബ്രഹാം സാറിന്റെ നല്ല നിരയൊത്ത വെളുത്ത പല്ലാണ്. ഈ പ്രസംഗിക്കുമ്പോ ഈ പല്ല് ഇങ്ങനെ കാണാം, നല്ല നിരയൊത്ത വെളുത്ത പല്ല്. ഒരമ്മച്ചി രക്ഷിക്കപ്പെട്ടപ്പോ ചോദിച്ചു, അമ്മച്ചി എങ്ങനെയാ രക്ഷിക്കപ്പെട്ടത്? ഞാൻ കെ എബ്രഹാം സാറിന്റെ പല്ല് കണ്ട് രക്ഷിക്കപ്പെട്ടതാണ്. എന്റെ പൊന്നു കുഞ്ഞെ, ഇതൊന്നും കണ്ടോണ്ട് നീ രക്ഷ വരരുത്. ഇതൊക്കെ വെപ്പാ കേട്ടോ. ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല. ഞങ്ങൾ കിട്ടിയിരിക്കുന്നതൊക്കെ വല്ലവരും തരുന്നതാകട്ടെ. ആശ്രമാരില്ലേ, ഞാൻ ഏറ്റവും കുറവാ ഈ തുണി ഞാൻ തന്നെ വാങ്ങിക്കുന്നത്. കാരണം വിശ്വാസികളോ വിദ്യാർത്ഥികളോ ആരെങ്കിലും ഒക്കെ ഇട്ടിരിക്കുന്നതൊക്കെ ഇപ്പൊ ഇതും മേടിച്ചു തന്നതാണ്. ഇതെല്ലാം ഞങ്ങൾക്ക് വല്ലവരും ഒക്കെ തരുന്ന, അതുകൊണ്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഇതൊന്നും കണ്ട് രക്ഷിക്കപ്പെടരുത്. ഇതൊന്നും കിട്ടുമെന്നും കണ്ട് രക്ഷിക്കപ്പെടരുത്. ചിലപ്പോ കൂലിക്ക് യോഗ്യനായതുകൊണ്ട്, വേല ചെയ്യുന്നവൻ കൂലിക്ക് യോഗ്യനായതുകൊണ്ട് ദൈവം ഇതൊക്കെ ചിലപ്പോൾ തന്നെന്ന് വരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ക്രിസ്തീയ ജീവിതം കഷ്ടസമ്പൂർണമാണ്. ആത്മീക പോരാട്ടം കഷ്ടസമ്പൂർണമാണ്. അതുകൊണ്ട് കഠിനാധ്വാനവും കഷ്ടതയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയാണ് ക്രിസ്തീയ ജീവിതം. ഇത് യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കിക്കൊണ്ടു വേണം നാം വിശ്വാസത്തിലേക്ക് വരാൻ. നിങ്ങളുടെ വിഷയങ്ങളെല്ലാം പ്രാർത്ഥിച്ച് നുള്ളിയെടുക്കാമെന്നൊന്നും ഞാൻ മോഹന വാഗ്ദാനം തരുന്നവനല്ല. ഇനി വാ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അത് മാറ്റിത്തരും. ദൈവത്തിന് ഹിതമുണ്ട്, ചെയ്തു തരും. എത്രയോ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തന്നിട്ടുണ്ട്. 100 കണക്കിന് എന്റെ ജീവിതത്തിൽ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിട്ടുണ്ട്. എന്നാൽ വിശ്വാസത്തിൽ ഇറങ്ങി അന്നു മുതൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും ഇന്നും എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. ഇന്നും മറുപടി കിട്ടിയിട്ടില്ല. അതിലൊന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ എന്റെ ശരീരത്തിലെ ശൂലവാ. സൂക്കേട് വന്നപ്പോ പേടിച്ച് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതല്ല. ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഏതാണ്ട് 1 വർഷം തികയുമ്പോഴാണ് എനിക്കൊരു ശൂലം ശരീരത്തിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്നു മുതൽ തീക്കകത്ത് ഞാനന്ന് മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഇത് മാറ്റിത്തരണമെന്ന് ആദ്യകാലത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. ഇന്നിപ്പോ അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. കർത്താവേ, ശുശ്രൂഷയ്ക്ക് ഇത് തടസ്സം ഉണ്ടാക്കരുതേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥിച്ച 100 കണക്കിന് വിഷയത്തിന് ദൈവം മറുപടി തന്നിട്ടുണ്ട്.
ഞാനതിനെല്ലാം ദൈവത്തിന് നന്ദിയും പറഞ്ഞിട്ട്, പക്ഷേ അടിസ്ഥാനപരമായി ചില വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇന്ന് വരെ മറുപടി കിട്ടാത്ത വിഷയങ്ങളും പലതുണ്ട്, ഇന്ന് വരെയും കിട്ടാത്ത. അതുകൊണ്ട് കേട്ടോ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെല്ലാം മറുപടി കിട്ടുമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ചിലതിനൊക്കെ കിട്ടും, ദൈവത്തിന്റെ ഹിതം, അത് ദൈവത്തിന് ഇഷ്ടം. ചിലത് ദൈവം മാറ്റിത്തരികയല്ലെന്നേ. ചില ശൂലങ്ങളൊക്കെ അങ്ങ് ഇരുന്നോട്ടെ, ചില കഷ്ടതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇരിക്കട്ടെ. എന്തിനാ? കൃപ പെരുകാൻ, കൃപ പെരുകാൻ ദൈവം നമുക്ക് തരും. അതുകൊണ്ട് എല്ലാ കഷ്ടതയൊന്നും മാറിയെന്ന് വിചാരിക്കരുത്. ചില മുഖങ്ങൾ നാം എടുത്ത് അണിയുമ്പോൾ അല്ലേ, എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞില്ലേ? എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ചില മുഖങ്ങൾ, നാം അണിയുന്ന ചില മുഖങ്ങൾ നമുക്ക് വേദനാജനകമാണ്. പക്ഷെ ഓർക്കണം, ഈ മുഖത്തിന്റെ പിറകിലൊരു കലപ്പയുണ്ട്. പുറകോട്ടം നോക്കിയാൽ കാണാം. ഈ മുഖം എന്താ കർത്താവ് എടുത്ത് മാറ്റാത്തെന്നറിയാമോ? ഇതിന്റെ പിറകിലൊരു കലപ്പയുണ്ട്, നീ അറിഞ്ഞില്ല. നീ മുഖത്തിന്റെ കീഴിൽ കിടന്ന് വീർപ്പുമുട്ടിയിട്ടുണ്ട് പലപ്പോഴും. എന്റെ കർത്താവേ, ഇതെന്താ ഒന്ന് എടുത്തു മാറ്റാത്ത? എനിക്ക് ഇതിൽ നിന്നൊരു മോചനമില്ലേ? എനിക്കൊരു വിടുതലില്ലേ? നീ പലപ്പോഴും ചോദിച്ചിട്ടില്ലേ? പക്ഷെ ഈ മുഖത്തിന്റെ പുറകിലേക്കൊന്ന് നോക്കിക്കേ, ഒരു കലപ്പയുണ്ട്. ഇഫ് ദർ ഇസ് എ യോക്ക്, ദർ ഇസ് എ പ്ലഫ് ബിഹൈൻഡ് ഇറ്റ്. മറന്നു പോകരുത് കേട്ടോ. ഒരു മുഖമുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ ഒരു കലപ്പയുണ്ട്. ആ കലപ്പ എവിടെല്ലാം ഉഴുത് മറിച്ചായി വരുന്നതെന്നറിയാമോ? ഇതിന്റെ പിറകിൽ വരുന്നവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കേണ്ടതിന് ദൈവം ചിലടത്ത് ഉഴുതുമറിക്കാൻ നിന്നെ ഉപയോഗിച്ചു. നിനക്കൊരിക്കലും ഇതിൽ ഒരു വിമോചനമില്ല. ഈ കലപ്പയിൽ നിന്ന് വിമോചനമില്ല. പക്ഷേ ഈ കലപ്പ അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കഷ്ടത കർത്താവേ ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഞാൻ ഒരിക്കലും പിറുപിറുക്കയില്ല. ഇത് കൃപ പെരുകാൻ കർത്താവിന്റെ വേലയിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണെങ്കിൽ ഇത് സഹിക്കാനും വഹിക്കാനുമുള്ള കൃപ തരണേന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ നമ്മൾ ഇത് ഈ പറ്റുന്ന എന്നാന്നറിയാവോ? നമ്മുടെ ഇപ്പോഴത്തെ ഉപദേശിമാരെല്ലാം ഇതെല്ലാം ഏതാണ്ട് മാജിക്ക് പോലെ, ഇങ്ങനെ മാജിക്ക് പടി പോലെ പ്രാർത്ഥിച്ച് എല്ലാം അങ്ങ് മാറ്റിത്തരാമെന്നും പറഞ്ഞ് നിങ്ങൾക്ക് മോഹന വാഗ്ദാനം നൽകി നിങ്ങൾ ഇതിന്റെ പുറകെ നടന്ന് വിടുതലില്ലാതെ വരുമ്പോൾ ഇച്ഛാഭംഗം നേരിടുക, നിരാശയുണ്ടാകുക, ക്രിസ്തീയ ജീവിതത്തിൽ മടുപ്പും ക്ഷീണവും ഉണ്ടാകുക. ഇതൊക്കെ വെറുതെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നുക. ഒരിക്കലും യേശുവുമായിട്ട് ഒരു അടുത്ത ബന്ധം സൂക്ഷിക്കാൻ പറ്റാതെ വരിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ യാഥാർത്ഥ്യബോധം മനസ്സിലാക്കുക. ആത്മീക ജീവിതം കഷ്ടതയുടെ ജീവിതമാണ്. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്റെ കൂടെ കഷ്ടം സഹിക്കാം. അതുകൊണ്ട് ഈ ആത്മീക പോരാട്ടം നിങ്ങൾ ഏറ്റെടുക്കുന്നെങ്കിൽ, ഇത് എല്ലാരെയും ഒന്നും വിളിക്കുന്നില്ല കേട്ടോ, എല്ലാവർക്കും വലിയ ഓഫർ ഒന്നും തരുന്നില്ല കേട്ടോ. ഒന്ന് വെച്ച രണ്ട് കിട്ടും, വെയ് രാജാ വെയ് എന്നൊന്നും പറഞ്ഞ് ആള് കൂട്ടാനൊന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് പൊന്നു മനസ്സുണ്ടെങ്കിൽ, പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ യേശുവിനെ നിങ്ങൾ പിൻപറ്റിയാൽ മതി. യേശുവിനെ പിൻപറ്റിയത് കൊണ്ട് ഈ ലോക ജീവിതത്തിൽ എല്ലാ കഷ്ടതകളും എല്ലാ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും മാറും എന്നൊന്നും വാഗ്ദത്തം തരാൻ ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പു തരാനുണ്ട് കുഞ്ഞെ, നിന്റെ നിത്യത നിത്യ സന്തോഷത്തിലായിരിക്കും, യേശുവിന്റെ അടുക്കലായിരിക്കും.
എനിക്കതേ ഓഫർ ചെയ്യാനുള്ളൂ. ഇവിടെ വെച്ച് എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും, സൂക്കേടെല്ലാം മാറുമെന്നും, കഷ്ടതയെല്ലാം നീങ്ങുമെന്നും, ദാരിദ്ര്യവും ബുദ്ധിമുട്ടും മാറുമെന്നും ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിത്യ നിത്യ നിത്യയുഗമായി നീ യേശുവിനോട് വാഴാൻ പോകുക. അതേ ഞങ്ങൾക്ക് വാഗ്ദത്തം തരാനോ